നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഹ്യൂമൻ ബോഡി, മനുഷ്യ ശരീരം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206. ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പീസ്. മനുഷ്യ ശരീരത്തിൽ വെള്ളത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന അവയവം കിഡ്നി. ഏറ്റവും ഉറപ്പുള്ള അസ്ഥി താടിയെല്ല്. തലയോട്ടിയിലെ അസ്ഥികൾ 22. ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക്. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. ഏറ്റവും വലിയ അവയവം ത്വക്ക്. പ്രധാന ശുചീകരണ അവയവം വൃക്ക. മനുഷ്യ ഹൃദയത്തിലെ വാൾവുകൾ 4. ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. സാധാരണയായി കയ്യിൽ നാഡി പിടിച്ചു നോക്കുന്ന രക്തധമനി റേഡിയൽ ആർട്ടറി. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 6 ലിറ്റർ വരെ. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് 60 മുതൽ 65%. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജന അവയവം വൃക്ക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷ ബീജങ്ങൾ. മനുഷ്യരക്തത്തിൻ്റെ pH മൂല്യം ഏകദേശം 7.4. കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നിർവീര്യമാകുന്ന ഗ്രന്ഥി തൈമസ്. ഗ്ലൂക്കോമ ബാധിക്കുന്ന അവയവം കണ്ണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ. അമിത മദ്യപാനം മൂലം പ്രവർത്തനക്ഷമമല്ലാതാകുന്ന അവയവം കരൾ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് സാർസ് രോഗം ബാധിക്കുന്നത്? ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസയൗഗികം ടയലിൻ. മനുഷ്യ ശരീരത്തിലെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് മസ്തിഷ്കം. നമ്മുടെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മനുഷ്യ ശരീരം ആകെ എത്ര മൂലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏകദേശം 20 മൂലകങ്ങൾ. നമ്മുടെ ശരീരത്തിൽ എന്തിൻ്റെ അംശം കുറയുമ്പോഴാണ് വളർച്ച ബാധിക്കുന്നത്? രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുമ്പോൾ. രക്തത്തിൽ എത്ര ശതമാനം വെള്ളം അടങ്ങിയിരിക്കുന്നു? 80%. മനുഷ്യൻ മരിച്ച് മറ്റു ശരീരഭാഗങ്ങളെല്ലാം മണ്ണായി ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കഴിഞ്ഞാലും കേടുകൂടാതെ സുരക്ഷിതമായിരിക്കുന്ന ശരീരഭാഗം പല്ല്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പകുതിയിലേറെ മുറിച്ചു കളഞ്ഞാലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് സ്വയം വളരുന്നു. അത്ഭുതകരമായ പുനർജനന ശേഷിയുള്ള ആ അവയവം കരൾ. പ്രതിദിനം നമ്മുടെ വൃക്കകളിൽ കൂടി കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് 170 ലിറ്റർ. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് എവിടെ? വൻകുടലിൽ. മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് യൂറോക്രോം. മാംസ്യത്തിൻ്റെ വിഘടന പ്രക്രിയയിൽ നിന്നുണ്ടാകുന്നതാണ് യൂറോക്രോം. മനുഷ്യ ശരീരത്തിൽ എത്ര പേശികൾ ഉണ്ട്? ഏകദേശം 660. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശികൾ മധ്യകർണത്തിലെ സ്റ്റേപ്പീസിനോട് ചേർന്ന് കാണുന്ന 2 പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശികൾ നിതംബ പേശികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി തുടയിലെ പേശി. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിൻ. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കൂട്ടുന്ന ഹോർമോൺ ഗ്ലൂക്കഗോൺ. ആരോഗ്യവാനായ ഒരാളിൻ്റെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് 1 മുതൽ 1.2 കിലോഗ്രാം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി പാരാതൈറോയിഡ് ഗ്രന്ഥി. ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികൾ കൊറോണറി ആർട്ടറികൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് എപ്പോൾ? കൊറോണറി ആർട്ടറിയിൽ രക്തപ്രവാഹത്തിന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സം ഉണ്ടാകുമ്പോൾ. ആരോഗ്യവാനായ ഒരാളുടെ വലത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 600 ഗ്രാം.
ആരോഗ്യവാനായ ഒരാളുടെ ഇടത് ശ്വാസകോശത്തിൻ്റെ ഏകദേശ തൂക്കം 550 ഗ്രാം. അന്നനാളത്തിൻ്റെ ശരാശരി നീളം 25 സെൻറ്റിമീറ്റർ. കണ്ണിൻ്റെ റെറ്റിനയ്ക്ക് എത്ര പാളികൾ ഉണ്ട്? 10. മരിച്ച ഒരു പുരുഷൻ്റെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. മരിച്ച ഒരു സ്ത്രീയുടെ ഏറ്റവും താമസിച്ച് അഴുകുന്ന ശരീരഭാഗം ഗർഭപാത്രം. ജനിച്ചു കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച. ആരോഗ്യവാനായ ഒരാളിൻ്റെ ബ്ലഡ് പ്രഷർ 120/80 mm മെർക്കുറി. ആരോഗ്യവാനായ ഒരാളുടെ കരളിൻ്റെ തൂക്കം 1200 മുതൽ 1500 ഗ്രാം. മനുഷ്യ ശരീരത്തിൽ ഒരു വിറ്റാമിൻ ഒരു ഹോർമോണായും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഏതാണ്? വിറ്റാമിൻ ഡി. കരളിൻ്റെ ദിവസേനയുള്ള പിത്തരസ ഉൽപാദനശേഷി ഏകദേശം 1 ലിറ്റർ. പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നത് എപ്പോൾ? പല്ലിൻ്റെ പുറമേയുള്ള ഇനാമൽ നഷ്ടപ്പെടുമ്പോൾ. ഹെർണിയ എന്താണ്? ശരീരത്തിൻ്റെ ബലക്ഷയമുള്ള ഭാഗത്തുകൂടി ആന്തരിക അവയവത്തിൻ്റെ ഭാഗം പുറത്തേക്ക് തള്ളുന്നത്. പുരുഷന്മാരിൽ മീശ കുരുപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ. ഏറ്റവും കൂടുതൽ വികാസം പ്രാപിക്കുന്ന ശാരീരിക അവയവം ആമാശയം. മനുഷ്യൻ്റെ ഹൃദയമിടിപ്പ് എത്രയാണ്? മിനിറ്റിൽ 72 പ്രാവശ്യം. രക്തത്തിലെ ദ്രാവകം പ്ലാസ്മ. ഓരോ ശ്വാസോച്ഛ്വാസത്തിലും നാം ഉള്ളിലെടുക്കുകയും പുറത്തെടുക്കുകയും ചെയ്യുന്ന വായുവിൻ്റെ അളവ് 500 മില്ലി. ഇത് ടൈഡൽ എയർ എന്ന് അറിയപ്പെടുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.